അല്ല ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഹെഡ് അടിക്കുമ്പോൾ കളർ മാറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് കളർ അറിയാലോ, ഓറഞ്ച് ആണ്. നമ്മൾ ഓറഞ്ച് മാറ്റുന്നത് പണ്ടത്തെ നമ്മുടെ എല്ലാവരും ഇഷ്ടപ്പെട്ട കളറുകളുള്ള റെഡ്. അതായത് പണ്ട് നമ്മൾ എപ്പോഴും കളിക്കുമ്പോൾ റെഡ് ആയിരുന്നു വരുന്നത്. പക്ഷെ അതിന് ശേഷമാണ് ഈ ഗ്രീൻ തന്നെ കളർ കൊച്ചു പിള്ളേരെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി അങ്ങനെ നല്ല ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നല്ല കാരണത്തോട് മാറ്റിക്കൊണ്ട് തന്നെ അത് ഭയങ്കര ഇഷ്ടപ്പെടുന്നവർക്ക് വിഷമമുണ്ട്. ചോര ഒക്കെ ചോര ഇതും അതിനുശേഷം ഇങ്ങനെ ബ്ലഡ് എഫക്റ്റും അതിനുശേഷം ഒരു റെഡ് കളറിലുള്ള ഇതൊക്കെ വരുമ്പോൾ നല്ല രസമായിരുന്നു. ചിലൊക്കെ ഗറീനെ എടുത്ത് കളയും ചെയ്യും. പക്ഷെ ഇപ്പോ നമുക്കത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അത് ചെറിയൊരു വരിയാണ്. അപ്പൊ നമ്മൾ അതൊന്ന് എങ്ങനെയാ അടിക്കുന്നത്, അതിനുശേഷം എങ്ങനെ അടിക്കുന്നതെന്ന് മാത്രമല്ല അത് കണ്ടോ പ്രൂഫാണ് എനിക്ക് കാണിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ട്രെയിനിങ്ങിൽ പോയി നോർമൽ ഫൈറ്റ് ഇതിനകത്ത് പോയി കാണിച്ചിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ കുഴപ്പം ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് ലാഗ് ആവുന്നത് കേട്ടോ. ഫുൾ ബ്ലഡ് എഫക്റ്റ് ഉണ്ട്, ഫുൾ ബ്ലഡ് എഫക്റ്റ്. അറിയാത്തവർക്ക് ഉണ്ടാണ്, കുറച്ചവർക്ക് അറിയായിരിക്കാം. കേട്ടോ, തലയടിക്കുമ്പോൾ തലേന്ന് റെഡ് എഫക്റ്റ് ബ്ലഡ് എഫക്റ്റ് വരുന്നുണ്ട്. അതെങ്ങനെയാന്ന് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇവിടെ എടാ അവൻ ഇതാണ് അതൊന്നും കൊള്ളാത്തത്. ഐഷ് ലാഗ് കേറുന്നടാ. ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാ ഭയങ്കര വന്നലായി. അതുകൊണ്ടാണ് ഈ വീഡിയോസും എനിക്കൊന്ന് ഗെയിം പ്ലേ വീഡിയോസും അങ്ങനെ ഇടാത്തത്. കണ്ടില്ലേ ബ്ലഡ് എഫക്റ്റും വരും, റെഡ് കളറും വരും. ഇതൊരു നല്ല രസമാണ്. നമുക്ക് കളിക്കുമ്പോഴും ഒരു പണ്ടത്തെ ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ വീണ്ടും കളിച്ചോണ്ടേയിരിക്കും. നാളെ പണ്ടത്തെ നൊസ്റ്റാൾജിയാണ് ഈ ഗാനം. അങ്ങനെ നമ്മൾ കുറെ ഒന്നും പറയുന്നില്ല. എനിക്കൊന്ന് റെഡ് നിങ്ങളെ കാണിക്കുന്നതായിരുന്നു, അതുകൊണ്ടായിരുന്നു. അതെന്തെങ്കിലും കേട്ടോ, നമുക്കിനി എങ്ങനെയാണ് ചെയ്തത് അതിനൊരു പക്ഷെ നമുക്ക് VPN വേണം. ഓക്കെ, ഇതിന്റെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. VPN വേണം. അതിനായിട്ട് നമ്മൾ VPN കയറ്റി കാണിച്ചു തരാം. ഏത് VPN ആണോ നല്ലതെന്ന് ഞാൻ യൂസ് ചെയ്യുന്ന VPN അതാണ്. ഓക്കെ, നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഐറ്റം. പ്രോട്ടോൺ VPN എന്നാണ് ഇതിന്റെ പേര്. ഈ സാധനം ഒന്ന് കയറ്റുക. ഈ സാധനം കയറ്റിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അതിന്റെ ഇന്റർഫേസ്. ഇതാണ് ഈ ഇന്റർഫേസ്. ഓക്കെ, ഇന്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കാര്യം ഞാൻ എന്ത് പറഞ്ഞുതരാം. ഇത് എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതിനുശേഷം നമ്മൾ ഞാൻ ആദ്യം ഒരു കാണിച്ചു തരാം. നമുക്ക് ഇത് കയറുമ്പോൾ ഇങ്ങനെ ആയിരിക്കാം കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ കണക്ട് കൊടുക്കുക. ഓക്കെ, കണക്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരു സെർവറിൽ പോയി കണക്ട് ആവും. ഓക്കെ, ഏത് ഇതിലാണ് കണക്ട് ആവുന്നത്? ജപ്പാൻ സെർവറിലാണ് പോയി കണക്ട് ആയത്. അപ്പം ഈ ജപ്പാൻ സെർവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിലെ ഒരു സ്ഥലമാണ്. അപ്പം ഇനി ഇതിന്റെ കാര്യം ഇത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രാജ്യത്ത് ഫ്രീ ഫയർ ഉണ്ടല്ലോ, അപ്പൊ അതും അങ്ങനെയൊക്കെയാണ് വർക്ക് ആവുന്നത്. ഇത് ഓണാക്കുമ്പോഴത്തേനും വേറെ രാജ്യമായിട്ടുള്ള ഇതാണ്. പക്ഷെ നമ്മൾ ഇന്ത്യൻ സെർവറിൽ കളിക്കുമ്പോൾ അങ്ങനെ എന്നാണ്ടാണ് ഇത്. എനിക്ക് സത്യത്തിൽ അത് കറക്റ്റായി അറിയില്ല, എന്നാലും നിങ്ങൾക്കൊരു അറിയാവുന്നതാണ് ഇത് പറഞ്ഞു തന്നത്. അപ്പൊ അങ്ങനെ VPN വെച്ചിട്ട് വേറെ ഒരു സെർവർ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ജപ്പാൻ സെർവർ എടുത്തുകൊണ്ട് തന്നെ ജപ്പാനിൽ ഇതായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ അത് ബ്ലഡ് എഫക്റ്റ് വരും. അവിടെ ഇങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ എന്തായാലും ബ്ലഡ് എഫക്റ്റ് കൊണ്ടുകൊണ്ട് തന്നെ അവിടുത്തെ ബ്ലഡ് എഫക്റ്റ് ആൻഡ് സാധനങ്ങൾ, ഇത് റെഡ് കളറ് അങ്ങനെയൊക്കെ വരും. പിന്നെ നിങ്ങൾ ഇത് ഓണാക്കുമ്പോൾ എനിക്ക് ആകെ പോകാൻ തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അത് വല്ലാത്ത എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ആ കാര്യം. അതെന്താന്ന് ഞാൻ നേരെ എനിക്ക് പറയാം. എനിക്കൊരു ഇഷ്ടമല്ലാത്ത കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്റെ പിങ് നോക്കുക. അതായത് നെറ്റിന്റെ ആ ഒരു ഇത് നോക്കുക. കണ്ടില്ലേ, ഫുൾ 500, 300, 800 ഒക്കെ കിടക്കാം. അതായത് നിങ്ങൾക്ക് റെഡ് ഇതൊക്കെ കിട്ടും, അതൊക്കെ കിട്ടും. പക്ഷെ അവളെ കുഴപ്പമെന്ന് വെച്ചാൽ ഹൈ പിങ് ആയിരിക്കും. 200, 300 ഏറ്റവും കുറവ് ഇതിനകത്ത് വരുന്നത് 200 ആണ്. 230, 250 ഒക്കെയാണ് എൻ്റെ ഏറ്റവും മാക്സ് കുറവ് ജപ്പാൻ സെർവറിൽ ഞാൻ കണ്ടത്. അതും ഇപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ആ സാധനം. ഇത് കളിക്കുന്ന കൂടി ഇങ്ങനെ നെറ്റ് പോകും പെട്ടെന്ന്. അതായത് റേഞ്ച് കിട്ടില്ല പെട്ടെന്ന് അങ്ങനെ. അത് പിന്നെ അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല കേസ്. അതറിയാൻ നിങ്ങൾ എന്തായാലും ഞാനൊരു വീഡിയോ ഇടുന്നത്. അതിനുശേഷമുള്ള വേറൊരു
അത് പിന്നെ കുറച്ചൊക്കെ ഒന്ന് സോൾവ് ചെയ്യാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മൾ ഇതിനകത്തിൽ ഇങ്ങനെ സെർവർ കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ കിട്ടുവാണെങ്കിൽ ചേഞ്ച് സെർവർ നിൽക്കാം. അപ്പോൾ ചിലപ്പോൾ നല്ല നല്ല സെർവേഴ്സ് വരും. സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതുള്ള കൺട്രിയാണ്. ഓക്കെ, അതായത് ഒട്ടും നെറ്റ് കിട്ടില്ല ഇവിടെ നിന്നും. എന്നാൽ ഈ സ്വിറ്റ്സർലാൻഡ് കേട്ടില്ല, പക്ഷെ ജപ്പാനൊക്കെ ഒട്ടും കിട്ടില്ല. അപ്പം ഇതിനകത്ത് നിങ്ങൾ ഇങ്ങനെ ചേഞ്ച് സെർവർ ആണെങ്കിൽ ഇത്ര ടൈം എടുക്കും ഗൈസ്, അതും ഒരു കുഴപ്പമാണ്. അല്ലാന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് കിട്ടുന്നത് വെച്ച് ഏറ്റവും നല്ലത് സിംഗപ്പൂർ ആണെന്ന്. സിംഗപ്പൂർ ഒരു 100-150 തന്നെ നിൽക്കും. അത് അത്ര അങ്ങോട്ട് ഇതില്ല, കുഴപ്പമില്ലാത്ത സാധനമാണ്. പറ്റുന്ന പോലെ ഇത് ചെയ്യാൻ നോക്കുക. ഇത് ഞാൻ ഒന്നും കൂടെ ഒന്ന് നോക്കട്ടെ. സിംഗപ്പൂർ എടുത്തുകഴിഞ്ഞാൽ ഞാൻ പറയാം. സിംഗപ്പൂർ നിങ്ങൾ നമ്മൾ ആദ്യം കണ്ടില്ലേ ഗൈസ്, ഫസ്റ്റ് നമ്മൾ കളിച്ച് കാണിച്ചില്ലേ, അതെനിക്ക് കിട്ടിയത് സിംഗപ്പൂർ സെർവറായിരുന്നു. ഓക്കെ, സിംഗപ്പൂർ സെർവർ എന്ന് പറയുമ്പോൾ അത്ര ലാഗിനൊന്നും അല്ല, ലാഗ് ഒരു സെർവറും അത്രയ്ക്കില്ല. പക്ഷെ നെറ്റ് ഇഷ്യൂ ഉണ്ട്, നെറ്റ് ഇഷ്യൂ വരും. ചേഞ്ച് സെർവർ നോക്കിയേക്കാം. മെക്സിക്കോ ഒക്കെയാണോ വരുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. മെക്സിക്കോ നോക്കിയിട്ട് പോലില്ല. അത് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ ഇതിനകത്ത് കിട്ടുന്ന വെച്ചിട്ട് ഏറ്റവും നല്ലത് ഇത് കണ്ടോ, ഇത്ര സർവീസിനകത്ത് നമുക്ക് കിട്ടും. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് ഇതിനകത്ത് ഉള്ളതിൽ വെച്ച് സിംഗപ്പൂർ ആണെന്നാണ് തോന്നുന്നു. സിംഗപ്പൂർ കിട്ടുവാണെങ്കിൽ മാറ്റണ്ട കളിക്കാൻ. ചേഞ്ച് സെർവർ നിങ്ങൾ അങ്ങനെ ചെയ്ത് കളിക്കാമെന്ന് പറയുന്നില്ല. ജപ്പാൻ അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ ജപ്പാനും യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ എന്താ USA യൂസ് ചെയ്തിട്ടൊക്കെയുണ്ട്. USA അത്ര നല്ലതൊന്നും അല്ല. അപ്പം ഇതിനകത്തുള്ളതിൽ ഏറ്റവും നല്ലത് സിംഗപ്പൂർ ആണ് ഗൈസ്. അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഇതൊന്നും പറഞ്ഞുതരാൻ ഒരു ചെറിയൊരു ഷോർട്ട് വലിയ വീഡിയോ എടുത്തുണ്ടോ ഒന്നുമല്ലേ, എന്നാലും ചെറിയ തെറ്റൊക്കെ വരും ഗൈസ്. കാരണം എനിക്കിങ്ങനെ ടിപ്പ് ആൻഡ് ട്രിക്സ് ഒന്നും പറഞ്ഞ അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരും. എന്നാലും ടിപ്പ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോസ് അത്ര ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. എന്നാലും എനിക്ക് അറിയാവുന്ന ചെറിയ ചെറിയ ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവരും ലൈക്കും സബും ഷെയറും ഒക്കെ ചെയ്യുക. വീഡിയോ കാണുന്ന പകുതി മുക്കാൽ പേരും ലൈക്കും ഷെയർ സബും ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.